ഓക്കെ. ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ് നീതു. ഓക്കെ, ഓഡിബിൾ ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഈ മലയാളം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തു പോകാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് കുറച്ച് കഥകളും അതുപോലെ തന്നെ മലയാള ചരിത്രമൊക്കെ പറഞ്ഞിട്ട് ഒരു എൻജോയ് ചെയ്ത് നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി അങ്ങനെ പോകേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലാക്സ് ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചോളൂ. ഈ ഒരു ഭാഗം സൈഡിലൂടെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു എന്റർടൈൻമെന്റ് പോലെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിന് മുൻപത്തെ 2 ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. മലയാള സാഹിത്യത്തിന്റെ ആദ്യ കാലം എന്ന് പറയുന്നത് പാട്ടായിട്ടും മണിപ്രവാളമായിട്ടും മലയാള സാഹിത്യം വികസിച്ചു വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ദ്രാവിഡ സാഹിത്യ രൂപമായിട്ട് നമ്മൾ പറയുന്നതാണ് പാട്ട്. മണിപ്രവാളം എന്ന് പറയുന്ന സമയത്ത് പാട്ടും അതുപോലെ, അതായത് നമ്മുടെ മലയാളവും അതുപോലെ തന്നെ സംസ്കൃതവും ഇഴചേർന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യ രൂപമായിരുന്നു മണിപ്രവാളം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ഇതൊക്കെ നോട്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നോട്ട് നിങ്ങൾ എങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏർലി മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസിക്കൽ സ്റ്റേജിലേക്ക് വരികയാണ്. നമ്മുടെ മലയാളത്തിന്റെ ആ ഒരു സാഹിത്യ പരിണാമമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ക്ലാസിക് കാലഘട്ടമായിരുന്നു. നമ്മുടെ കണ്ണശ രാമായണം മുതൽ, അല്ലെങ്കിൽ അതിനു മുൻപ്, അതായത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും രാമായണത്തിന് ആദ്യമായിട്ട് അടയാളപ്പെടുത്തുന്ന രാമചരിതത്തിന്റെ കാലഘട്ടം മുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് എഴുത്തച്ഛന്റെ കാലഘട്ടമൊക്കെ കഴിയുന്ന അത്രയും കാലഘട്ടം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ക്ലാസിക് കാലഘട്ടമായിരുന്നു. ഒരു ക്ലാസിക് ആയിട്ടുള്ള രചനകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാണ കൃതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള രചനകളായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പൊ രാമചരിതം വരുന്നുണ്ട്, കണ്ണശ രാമായണം വരുന്നുണ്ട്, അതുപോലെ തന്നെ അധ്യാത്മ രാമായണം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കൃതികളൊക്കെ രാമായണത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിന് അടിസ്ഥാനമാക്കിയിട്ടും കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞാല് കണ്ണശ ഭാരതം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എഴുത്തച്ഛന്റെ അധ്യാത്മ ഭാരതം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ രൂപത്തിലേക്ക് രാമായണത്തെയും മഹാഭാരതത്തിനെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് രചനകൾ ഉണ്ടായതായിരുന്നു. ഇനി അതുപോലെ തന്നെ കൃഷ്ണന്റെ ജീവിതത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ തുഞ്ചത്ത് എഴുത്തച്ഛനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരായാലും ചെറുശ്ശേരി ആയാലും ഇവരൊക്കെ ആസ്പദമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പുരാണ കൃതികളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു ക്ലാസിക് കാലഘട്ടമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി ആ ക്ലാസിക് കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരു നിയോ ക്ലാസിക് കാലഘട്ടം വരുന്നുണ്ട്. എസ്പെഷ്യലി കൃഷ്ണഗാഥ വരെയുള്ള ഒരു കാലഘട്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസിക് കാലഘട്ടമായിട്ട് പറയാം. പിന്നീട് ഒരു ചമ്പു കാലഘട്ടമായിരുന്നു മലയാള സാഹിത്യത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഗദ്യ പദ്യമയം ചമ്പു നിത്യവിധിയതേ എന്നാണ് ചമ്പുവിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ അത് നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ അതായത് ഗദ്യവും പദ്യവും പരസ്പരം ഇഴ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം കെട്ടുപിടിച്ചുകൊണ്ട് എഴുതുന്ന സാഹിത്യ രീതികളായിരുന്നു, അല്ലെങ്കിൽ സാഹിത്യ രചനകളാണ് ചമ്പു സാഹിത്യത്തിൽ പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ പുനം നമ്പൂതിരിയൊക്കെയുള്ള ആളുകൾ ഈ പറയുന്ന ചമ്പു സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരു വിഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ്. എന്നാൽ അതിനുശേഷമാണ് പിന്നീട് മലയാള സാഹിത്യത്തില് ഈ പറയുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ കളരി എന്നറിയപ്പെടുന്ന ഒരു പുതിയ പ്രസ്ഥാനം ഉദയം കൊള്ളുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് പിന്നീട് പച്ച മലയാള പ്രസ്ഥാനം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നല്ല ഭാഷ എന്ന് പറയുന്ന രചനയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് വെൺമണി പ്രസ്ഥാനം എന്ന് നമ്മൾ സാധാരണ ഇതിനെ പറയാറുണ്ട്. വെൺമണി പ്രസ്ഥാനം അല്ലെങ്കിൽ പച്ച മലയാള പ്രസ്ഥാനം, അതല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കളരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ പറയുന്ന വെൺമണി പ്രസ്ഥാനത്തിലെ ഒരു ഉപവിഭാഗമാണ് പച്ച മലയാള പ്രസ്ഥാനം എന്ന് പറയുന്നത്. കാരണം ഈ വെൺമണി പ്രസ്ഥാനത്തിന് തൊട്ട് മുൻപ് വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള ഭാഷ എന്ന് പറയുന്നത് മറ്റു ഭാഷകളോട് പരസ്പരം കലർന്നുകൊണ്ടാണ്. ഒന്നെങ്കിൽ മലയാളം തമിഴുമായിട്ട്, അല്ലെങ്കിൽ മലയാളം സംസ്കൃതവുമായിട്ട് കൂടി ചേർന്നിട്ടായിരുന്നു അതുവരെ നമ്മൾ സാഹിത്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് മലയാളത്തിനെ മലയാളത്തിന്റെ രൂപത്തിലേക്ക് തന്നെ, അതായത് പൂർണ്ണമായിട്ട് മലയാളമായിട്ട് തന്നെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പച്ച മലയാളം എന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നല്ല ഭാഷ എന്ന് പറയുന്ന രചനകൾ, കൃതികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മലയാള സാഹിത്യം നടന്നു കയറുന്നത് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ കാൽപ്പനികത എന്ന് പറയുന്ന ഒരു
കാലഘട്ടത്തിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും പ്രണയവും അതുപോലെ തന്നെ പ്രണയ നഷ്ടങ്ങളും അതുപോലെ തന്നെ ആത്മദുഃഖവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും വരുന്നത്. വിഷാദം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു റൊമാൻറ്റിക് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. അങ്ങനെ അതായത് ഇപ്പം ജസ്റ്റ് റൊമാൻറ്റിസിസം വരെ നമ്മൾ എത്തിയേ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന്റെ ഡെപ്തിലേക്ക് പോവാത്തത്. ഓക്കെ, റൊമാൻറ്റിക് കാലഘട്ടം അല്ലെങ്കിൽ കാൽപ്പനിക കാലഘട്ടം. അപ്പൊ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചങ്ങമ്പുഴ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിരാമൻ നായർ, ഇവരുടെയൊക്കെ കൃതികളിൽ നമുക്ക് ഈ പറയുന്ന ഒരു റൊമാൻറ്റിസിസത്തിന്റെ എലമെന്റ് കാണാം. പ്രധാനമായിട്ടും ഇടപ്പള്ളി രാഘവൻ, ഇടപ്പള്ളിയും അതുപോലെ തന്നെ ചങ്ങമ്പുഴയാണ് വരുന്നത്. ഇവർ രണ്ടുപേരുമാണ് റൊമാൻറ്റിസിസത്തിന്റെ ആ ഒരു പീക്കിൽ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ആ റൊമാൻറ്റിസിസത്തിൽ നിന്ന് പിന്നീട് മലയാള സാഹിത്യം നടന്നു കയറുന്നത് റിയലിസം അല്ലെങ്കിൽ യഥാതഥാത്മകത എന്ന് പറയും. ഓക്കെ, റിയലിസം അല്ലെങ്കിൽ യഥാതഥ സാഹിത്യത്തിലേക്കാണ് പിന്നീട് മലയാള സാഹിത്യം നടന്നു കയറുന്നത്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കാലഘട്ടത്തിലും വരുന്ന രചയിതാക്കൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാര് അവരുടെ കൃതികൾ, ആ കൃതികളുടെ പ്രധാനമായിട്ടുള്ള കഥാപ്രമേയ പരിസരം, അതുപോലെ തന്നെ അതിൽ വരുന്ന കഥാപാത്രങ്ങൾ, ഇതൊക്കെ ഈ കാലഘട്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ റൊമാൻറ്റിസത്തിൽ നിന്നും റിയലിസത്തിലേക്ക് മലയാള സാഹിത്യം നടന്നു കയറുന്നുണ്ട്. റിയലിസം എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥമായിട്ട് എന്താണോ മനുഷ്യ ജീവിതം അതിനെ അതേപോലെ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് റിയലിസം എന്ന് പറയുന്നത്. എന്നാൽ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന സമയത്ത് അവിടെ എല്ലാം പ്രണയമാണ്. പ്രകൃതിയോട് പ്രണയം, അതുപോലെ തന്നെ കാമുകിയോട് പ്രണയം, ഇനി അതല്ലെങ്കിൽ തന്നോട് തന്നെ പ്രണയം, ഇങ്ങനെ എല്ലാത്തിനോടും ഒരു പ്രണയമായിട്ട് ഒരു മായികമായിട്ടുള്ള ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരു റിയൽ അല്ലാത്ത ഒരു വേൾഡ് ആണ് അവിടെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും സൗന്ദര്യം മാത്രം കാണുന്ന അങ്ങനെയുള്ള ഒരു വേർഡാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് ഈവൻ ചങ്ങമ്പുഴയൊക്കെ ആദ്യ കാലങ്ങളിൽ രമണൻ പോലെയുള്ള മലയാളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ എക്കാലത്തും ആഘോഷിക്കപ്പെട്ടിട്ടുള്ള റൊമാൻറ്റിക് കാവ്യം എഴുതിയിട്ടുള്ള ചങ്ങമ്പുഴ പിന്നീട് തന്റെ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് വാഴക്കുല പോലെയുള്ള വിപ്ലവ കാവ്യങ്ങളിലേക്ക് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാവ്യങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. അപ്പൊ അവിടേക്ക് എത്തുന്ന സമയത്തുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ യാഥാസ്ഥിതികമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാറ്റമാണ് പിന്നീട് റിയലിസത്തിലേക്ക്, സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് കലാകാരന്മാർ തങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതാണ് റിയലിസം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. അത് ചങ്ങമ്പുഴയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഈ പറയുന്ന രമണനിൽ നിന്നും വാഴക്കുലയിലേക്കുള്ള ചങ്ങമ്പുഴയുടെ മാറ്റം എന്ന് പറയുന്നത് ഇതുപോലെ റിയലിസത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ റിയലിസത്തിലേക്കുള്ള മാറ്റം അടയാളപ്പെടുത്തുന്ന വൈലോപ്പിള്ളിയുടെ കവിതയാണ് കുടിയൊഴിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, കുടിയൊഴിക്കൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തീവണ്ടിയിലെ പാട്ട് പോലെയുള്ള കൃതികളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ തീവണ്ടിയിലെ പാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന കാൽപ്പനികത ഉപേക്ഷിച്ചുകൊണ്ട് റിയലിസത്തിലേക്ക് നടന്നു വരുന്ന ഒരു കഥാനായകനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള റൊമാൻറ്റിസത്തിൽ നിന്നും റിയലിസത്തിലേക്കുള്ള ഒരു മാറ്റത്തിനെ അടയാളപ്പെടുത്തിയ കൃതികൾ അല്ലെങ്കിൽ കഥാ പശ്ചാത്തലങ്ങളാണ്. ഇനി ഈ പറയുന്ന യഥാർത്ഥം അല്ലെങ്കിൽ റിയലിസത്തിൽ നിന്നും പിന്നീട് മലയാള സാഹിത്യം നടന്നു കയറുന്നതാണ് നമ്മുടെ പ്രോഗ്രസീവ് മൂവ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ പുരോഗമനാത്മക പ്രസ്ഥാനങ്ങൾ എന്ന് പറയും. ഓക്കെ, പുരോഗമനാത്മക പ്രസ്ഥാനങ്ങൾ എന്ന് പറയും. ഓക്കെ, പുരോഗമന പ്രസ്ഥാനം എന്ന് പറയും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോഗ്രസീവ് മൂവ്മെന്റുകൾ എന്ന് പറയും. അപ്പൊ ഈ ഒരു പ്രോഗ്രസീവ് മൂവ്മെന്റിന്റെ കാലഘട്ടത്തിൽ വരുന്ന പ്രധാനമായിട്ടുള്ള, അപ്പൊ ഗദ്യ സാഹിത്യത്തിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന പുരോഗമന പ്രസ്ഥാനം വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പോയം അല്ലെങ്കിൽ കാവ്യ സാഹിത്യത്തില്, അതായത് നമ്മുടെ പോയംസ് ഉണ്ടായിരിക്കില്ല, കവിതകളിൽ കൂടുതലായിട്ടും റിയലിസം ആയിരുന്നു എന്നുണ്ടെങ്കിൽ കഥകളിലേക്ക്, ചെറുകഥകളിലേക്കും നോവലുകളിലേക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും വരുന്നത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമാണ്. ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടാണ് തകഴി, അതുപോലെ തന്നെ കേശവദേവ്, ബഷീർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് ഈ ഒരു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ്. ഇനി ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൽ നിന്നും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നതാണ് ആധുനികത എന്ന് പറയുന്നത്. ഓക്കെ, ആധുനികതയിലേക്കാണ് പിന്നീട് മലയാള സാഹിത്യം എത്തുന്നത്. അതായത് ഈ പറയുന്ന മോഡേണിസം എന്ന് പറയും. ഓക്കെ, മോഡേണിസം അല്ലെങ്കിൽ ആധുനികതയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആധുനികതയിലേക്ക് എത്തുന്ന സമയത്ത് കുറെ കൂടെ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളിലേക്കും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതായത് സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രൂപത്തിലേക്ക് മലയാള സാഹിത്യം മാറുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്ന സമയത്തും അത് ജസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ കയ്യിൽ പണമില്ല, ആ പണമില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല വരുന്നത്, ആ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് കാരണം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ, അവഹേളനങ്ങൾ, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പിന്നിലേക്ക് കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ആധുനികത എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ ഒരു വൈഡർ വ്യൂവിലാണ് കാര്യങ്ങൾ നോക്കി കണ്ടത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങളും ആ വ്യക്തി അനുഭവിക്കുന്ന ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളും, പുറത്തുള്ള പ്രശ്നങ്ങളല്ല. അപ്പം ആധുനികതയിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരാൾ ആ വ്യക്തിയെ അപമാനിച്ചു. ഓക്കെ, ആ അപമാനം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓടയിൽ നിന്ന് ആ ഒരു കൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒടുവിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് പപ്പു നേരിടുന്ന അപമാനമുണ്ട്. പപ്പു നേരിടുന്ന അപമാനം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്നാണ്.
അതായത് പപ്പുവിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഒരു നല്ല വശവും നമ്മുടെ ഒരു ചീത്ത വശവും ഉണ്ടായിരിക്കും. ഇത് തമ്മിൽ പരസ്പരം ഒരു ആന്തരിക സംഘർഷങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, ഏത് ചെയ്യണം എന്നുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, ഇത് ഒന്നും ഈ പറയുന്ന ആധുനിക രചനകളിൽ കാണാൻ പറ്റില്ല. പുറത്തുള്ള പ്രശ്നങ്ങൾ സമൂഹവുമായിട്ട്, അതായത് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ആ ഒരു സംഘട്ടനം ആയിരുന്നു ആധുനിക രചനകളിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യക്തിയും അത് ചിലപ്പം ഭർത്താവും ഭാര്യയും തമ്മിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള സെൽഫും തമ്മിലുള്ള ആ സംഘർഷണങ്ങളായിരിക്കാം. ആ വ്യക്തിയുടെ തന്നെ രണ്ട് ചിന്തകൾ തമ്മിൽ വരുന്ന സംഘടനകളായിരിക്കാം. ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളെ കൂടുതൽ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് ഉത്തരാധുനികത കടന്നു വരുന്നത്. ഓക്കെ, ഉത്തരാധുനികത മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് വ്യക്തിയുടെ പ്രശ്നങ്ങളെ കൂടുതലായിട്ട് സാഹിത്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഇനി ഉത്തരാധുനിക കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് ദളിത് സാഹിത്യങ്ങൾ ഉണ്ടാകുന്നത്, സ്ത്രീപക്ഷ രചനകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എൻവിറോൺമെന്റലിസം വരുന്നത്, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലൈമറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഉത്തരാധുനിക അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിന്റെ അവസാനത്തിലും ഈ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഉത്തരാധുനിക കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കുറെ കൂടെ വ്യക്തി കേന്ദ്രീകൃതങ്ങളായിട്ട് വ്യക്തിയുടെ ആന്തരിക അല്ലെങ്കിൽ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളെ കൂടുതലായിട്ട് കഥകളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക് മലയാള സാഹിത്യം രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാണ് മലയാള സാഹിത്യത്തിന്റെ ഇതുവരെയുള്ള ഒരു സാഹിത്യ പരിണാമത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനമായിട്ടുള്ള കുറച്ച് പേരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ തകഴി, കേശവദേവ്, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു പോവാണ്. അപ്പൊ ഇതിൽ നളചരിതം, ആട്ടക്കഥ, ഇതൊക്കെ ക്ലാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രചനകളാണ്. നളചരിതം, ആട്ടക്കഥ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉണ്ണായി വാര്യരാണ്. ഈ പറയുന്ന നളൻ, അതുപോലെ തന്നെ ദമയന്തി, ഹംസം, അതുപോലെ തന്നെ പുഷ്കരൻ, കലി, ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് ആ കഥയും കൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാം. അതായത് ജസ്റ്റ് കഥകളൊക്കെ ഒന്ന് കേട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പൊ നളചരിതം, ആട്ടക്കഥയിലേക്ക് വരുന്ന സമയത്ത് നളചരിതം അല്ലെങ്കിൽ നള ദമയന്തി പ്രണയത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നളചരിതം, ആട്ടക്കഥ വരുന്നത്. അപ്പൊ ഇതിന് സമാനമായിക്കൊണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളമൊക്കെ ഉണ്ടല്ലോ, അതിനോടാണ് പലപ്പോഴും ഈ പറയുന്ന നളചരിതത്തിന് നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നളചരിതത്തിലേക്ക് വരുന്ന സമയത്ത് നളൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ദമയന്തി വരുന്നുണ്ട്. നളൻ എന്ന് പറയുന്നത് രാജാവാണ്, ദെൻ ദമയന്തി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു സ്ത്രീ. അപ്പൊ ഇവര് തമ്മിൽ എന്ത് വരുന്നുണ്ട്, പ്രണയത്തിലാകുന്നുണ്ട്. അപ്പൊ ദമയന്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരു രാജകുമാരിയാണ്, ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നളനും അതുപോലെ തന്നെ ദേവന്മാരും, അതായത് ഇന്ദ്രനും അതുപോലെ തന്നെ അഗ്നിയും വരുണനും, ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ ആ വിവാഹത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു വരുന്നതാണ് കലി എന്ന് പറയുന്നത്. പക്ഷേ വിവാഹത്തിലേക്ക് കലി എത്താൻ വേണ്ടിയിട്ട് നേരം വൈകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വിവാഹം കലി എത്തുന്നതിന് മുൻപ് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ ദമയന്തി സ്വീകരിക്കുന്നത് നളനെയാണ്. നളൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, ഒരു രാജാവാണ്. അപ്പൊ ദേവന്മാർക്കൊന്നും വില കൊടുക്കാതെ ഈ പറയുന്ന ദമയന്തി സ്വീകരിച്ചത് ഒരു മനുഷ്യനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കലിക്ക് അവിടെ കലി വരുന്നുണ്ട്. അതായത് കലി സ്വാഭാവികമായിട്ടും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദമയന്തിയോടും നളനോടും ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് കലി പോയിട്ട് നളന്റെ ദേഹത്ത് കയറുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കലി കയറി കഴിഞ്ഞാൽ തെറ്റായ വിചാരങ്ങളും അതുപോലെ തന്നെ ക്രോധം, കലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ നളൻ പോയിട്ട് തന്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനോട് ചൂത് കളിക്കുന്നുണ്ട്. ചൂത് കളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാം പണയം വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ രാജ്യവും പണയം വെക്കുന്നു. ഒടുവിൽ രാജ്യം വിട്ടുകൊണ്ട് നളനും ദമയന്തിക്കും പുറപ്പെട്ടു പോകേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ പുറപ്പെട്ടു പോകുന്ന സമയത്ത് അപ്പോഴും ഈ പറയുന്ന കലി ബാധിച്ച നളന് ദമയന്തിയോട് ദേഷ്യം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ദമയന്തിയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നളൻ സഞ്ചരിച്ച് പോകുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഇവർ രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് മാറുന്നുണ്ട്. പിന്നീട് ദമയന്തി ഈ പറയുന്ന രൂപത്തിൽ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് കാട്ടാളന്റെ കയ്യിൽ വരുന്നുണ്ട്, കാട്ടാളൻ സംരക്ഷിക്കുന്നുണ്ട്. പിന്നീട് കാട്ടാളനെ ശപിച്ചുകൊണ്ട് വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഒടുവിൽ ദമയന്തി ഈ പറയുന്ന അച്ഛന്റെ രാജ്യത്ത്, അതായത് ദമയന്തിയുടെ സ്വന്തം രാജ്യത്ത് എത്തുന്നുണ്ട്. വീണ്ടും ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദമയന്തി ഒരുങ്ങുന്നുണ്ട്. ദമയന്തിയുടെ രണ്ടാം സ്വയംവരം അത് നാട് മുഴുവൻ അറിയിക്കുന്നുണ്ട്. ആ സമയത്ത് നളൻ വീണ്ടും എന്ത് ചെയ്യണം, നളൻ ആ സമയത്ത് കലി വിട്ടൊഴിഞ്ഞത് കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ദമയന്തിയുടെ ഈ ഒരു പുനർവിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന നളനെ പാമ്പ് കൊത്തുന്നുണ്ട്. പാമ്പ് കൊത്തിയിട്ട് അദ്ദേഹം വിരൂപനായിട്ട് മാറുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ ആർക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം അതുപോലെ നളന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് പാചകം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ നള പാചകം എന്ന് പറഞ്ഞിട്ട്. ഈ പേരിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ നമ്മുടെ മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും, നള പാചകം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെന്ത വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പീര അല്ലെങ്കിൽ തേങ്ങാപ്പാല്. ഓക്കെ, സോ ഇതാണ്. അതുപോലെ തന്നെ മേൻപൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പില. ഇവർ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും യൂട്യൂബ് ചാനൽ ഏതാന്നുള്ളത്. അപ്പൊ അത് ഈ വാക്കിൽ നിന്നാണ് വരുന്നത്. അതായത് നളന് നമ്മുടെ പാചക കലകളിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് നളപാചകം എന്ന് പറയുന്നത്. അങ്ങനെ ഈ നളൻ എന്ത് ചെയ്യുന്നുണ്ട്, ദമയന്തിയുടെ രണ്ടാം വിവാഹത്തിലേക്ക് പങ്കെടുക്കാൻ
പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ വെച്ചുകൊണ്ട് ദമയന്തി നളനെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒന്നാകുന്നുണ്ട്. കലി പൂർണ്ണമായിട്ട് നളനെ വിട്ടൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥയാണ് ഏകദേശം 4 ദിവസത്തെ ആട്ടക്കഥയായിക്കൊണ്ട് ഇദ്ദേഹം ചിത്രീകരിക്കുന്നത്, ഉണ്ണായി വാര്യർ ചിത്രീകരിച്ചിരിക്കുന്നത്. ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകളിയുടെ സാഹിത്യ രൂപമാണ്. അപ്പൊ ഇത്രയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കൃതിയെ നമ്മുടെ അഭിജ്ഞാന ശാകുന്തളം രചിച്ചിരിക്കുന്നത് കാളിദാസനാണ്. അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ചില ആളുകളൊക്കെ ഇദ്ദേഹത്തിനെ കേരള കാളിദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ കേരള കാളിദാസൻ എന്ന് പറയുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അതൊന്ന് ഓർത്ത് വെക്കണേ. കേരള കാളിദാസൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ഉണ്ണുനീതി സന്ദേശം. ഇത് ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ PSI ചോദിച്ചിട്ടുണ്ട്. ഉണ്ണുനീതി സന്ദേശത്തിലെ സന്ദേശകാരൻ ആരാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നള ദമയന്തി കഥയിൽ ഒരു ഹംസമാണ് ഇവർക്കിടയിൽ ദൂതനായിട്ട് വരുന്നത്. ഓക്കെ, ഒരു ഹംസമാണ് നളയന്തിയുടെ പ്രണയം, ഈ പറയുന്ന നളന്റെ പ്രണയം ദമയന്തിയിലേക്കും അതുപോലെ തന്നെ തിരിച്ചുമൊക്കെ എത്തിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഉണ്ണുനീരി സന്ദേശത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന കാമുകിയുടെ അടുത്ത് നിന്ന് വേർപെട്ട് പോകുന്ന കാമുകൻ, ഒരു യക്ഷിയാണ് വേർപെടുത്തുന്നത്. അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന അനന്തപുരി അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് മുകളിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് യക്ഷിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് വന്ന് വീഴുന്ന അദ്ദേഹത്തിന് സ്ഥലകാല ബോധം തിരിച്ചു കിട്ടുന്ന സമയത്ത് തന്റെ പ്രണയിനിയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം, അല്ലെങ്കിൽ താൻ ഇത്രയും അകലെയാണ്, ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് പ്രണയിനിയെ അറിയിക്കണം എന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് ആദിത്യ മഹാരാജാവ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ആദിത്യ മഹാരാജാവ് ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. ഇവിടെ ചില ചരിത്ര വസ്തുതകളും കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം ആദിത്യവർമ്മ മഹാരാജാവ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ പഠിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ, ആധുനിക തിരുവിതാംകൂറിന് മുൻപുണ്ടായിരുന്ന വേണാട് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവായിരുന്നു ആദിത്യവർമ്മൻ എന്ന് പറയുന്നത്. അപ്പൊ ആദിത്യവർമ്മൻ വരുന്നുണ്ട്. അങ്ങനെ ആ ആദിത്യവർമ്മന്റെ പക്കൽ തന്റെ സന്ദേശം, അതായത് താൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാമുകിക്കുള്ള തന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തു വിടുകയാണ്. സ്വാഭാവികമായിട്ടും തന്റെ കാമുകിയുടെ ഇല്ലത്തേക്കുള്ള വഴി ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സന്ദേശ കാവ്യങ്ങളിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യമാണ് മാർഗ്ഗവർണ്ണന എന്ന് പറയുന്നത്. കാമുകിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം, ഏത് ലക്ഷ്യത്തിലൂടെ ഏത് റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് കൊടുത്തുരുത്തിയാണ് വരുന്നത്. അപ്പൊ അവിടേക്കുള്ള ലക്ഷ്യസ്ഥാനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ പോകണം, ആ പോകുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനമായിട്ടുള്ള മാടമ്പിമാർ ആരൊക്കെയാണ്, ദേവദാസികൾ ആരൊക്കെയാണ്, എവിടെയെല്ലാം പോയിട്ട് വിശ്രമിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പറയുന്ന ആദിത്യ മഹാരാജാവിനെ യാത്രയാക്കുന്നത്. അപ്പോൾ ഒരുപാട് വിമർശനങ്ങളും എന്നാൽ അതേസമയം ഒരുപാട് പ്രോത്സാഹനങ്ങളും, അതായത് ഒരുപാട് നല്ല രീതിയിലേക്കുള്ള നിരൂപണമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഉണ്ണുനീരി സന്ദേശം എന്ന് പറയുന്നത്. ഇതൊരു മണിപ്രവാള കൃതിയാണ്, അതും കൂടെ ഓർത്ത് വെക്കുക. അതായത് പൂർണ്ണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാളവും അതുപോലെ തന്നെ സംസ്കൃതവും ഇഴ ചേർത്തുകൊണ്ടാണ് ഇതിന്റെ ഒരു രചനാ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. നമ്മുടെ മധ്യകാല കേരളത്തിന്റെ ഹിസ്റ്ററി, ജോഗ്രഫി, സോഷ്യൽ ലൈഫ്, അതായത് സാമൂഹിക ജീവിതം, ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് മീൻതല വിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മാങ്ങ, അണ്ടിപ്പറങ്ങി, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടും അവിടെ വിസിറ്റ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാപാരികളെ കുറിച്ചിട്ടും പറങ്കികളെ കുറിച്ചിട്ടും ഒക്കെ ഈ പറയുന്ന കൃതിയിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അത് നമ്മുടെ കേരള സാഹിത്യത്തിലെ വിലപ്പെട്ട ഒരു രേഖ കൂടിയാണ് ഉണ്ണുനീരി സന്ദേശം എന്ന് പറയുന്നത്. പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും മധ്യകാല കേരളത്തിന്റെ ഒരു ജീവിതം നമുക്ക് ഈ പറയുന്ന ഉണ്ണുനീരി സന്ദേശ കൃതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്ത് വെക്കണം. അടുത്തത് കുഞ്ചൻ നമ്പ്യാർ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ജനകീയമായിട്ടുള്ള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തുള്ളൽ, ജനപ്രിയമായിട്ട്, അല്ലെങ്കിൽ തുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തുള്ളൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിനെ ജനപ്രിയമാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് രചനകളും അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, അതുപോലെ തന്നെ ശ്യാമന്തകം, ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ മഹാഭാരതത്തിൽ നിന്നൊക്കെ എടുക്കുന്ന, മഹാഭാരതത്തിന്റെ ഉപകഥകളിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ കഥകളൊക്കെ വരുന്നത്. അപ്പൊ ശ്യാമന്തകം എന്ന് പറയുന്നത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഘോഷയാത്ര എന്ന് പറയുന്നത് ഈ പറയുന്ന കൗരവര് സ്വാഭാവികമായിട്ടും കൗരവര് ഈ പറയുന്ന പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഘോഷയാത്ര എന്ന് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ കല്യാണ സൗഗന്ധികം തേടി പോകുന്ന ഭീമന്റെ കഥയാണ് കല്യാണ സൗഗന്ധികത്തിൽ പറയുന്നത്. അപ്പൊ ഈ രൂപത്തിൽ പുരാണ കഥകളെ അടിസ്ഥാനമാക്കി ആസ്പദമാക്കിയിട്ട് തന്നെയാണ് ഈ പറയുന്ന കൃതികളെല്ലാം തന്നെ രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തിക്കണം. തുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള പേരിലേക്കൊക്കെ വരുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന് ഒരു ജനകീയ കവിയാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ മലയാള ഭാഷയിൽ മാത്രമേ കവിതകൾ എഴുതുകയുള്ളൂ, അല്ലെങ്കിൽ എന്റെ രചനകളും എന്റെ വർക്കുകളും മുഴുവൻ മലയാളത്തിലായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ പലപ്പോഴും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു കാവ്യഭാഗമാണ്, ബടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്ക് ചേരുവാൻ വടി വീഴുന്ന ഒരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് മലയാള ഭാഷയിൽ തന്നെ പറയണം എന്ന് കടുംപിടുത്തം പിടിച്ച ഒരു കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ സാധാരണ മലയാള ഭാഷയുടെ പിതാവായിട്ട് എഴുത്തച്ഛനെ പറയുന്ന സമയത്ത് മലയാള ഭാഷയെ ജനകീയമാക്കിയ കവി അല്ലെങ്കിൽ അതിന്റെ ഡെമോക്രറ്റൈസേഷൻ നടപ്പാക്കിയ കവിയായിട്ട് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള രചനാ രീതി എന്ന് പറയുന്നത് സാമൂഹിക വിമർശനമാണ്. സറ്റേറിക്കൽ ആയിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഘോഷയാത്രയുടെ കേസിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവരെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സ്ഥലകാല ഭ്രമത്തിനെ കുറിച്ചിട്ടൊക്കെ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള സാമൂഹിക അനാചാരങ്ങളെല്ലാം തന്നെ പ്രതീകാത്മകമായിക്കൊണ്ട് തന്റെ കൃതികളിലൂടെ വിമർശിക്കാൻ വേണ്ടിയിട്ട് കുഞ്ചൻ നമ്പ്യാർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ നായന്മാരെയും അതുപോലെ തന്നെ ഗോസായിമാരെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം കൂടാതെ താൻ എന്തിടോ കാട്ടിൽ പോയതോ നായരെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നായർ പറയുന്നുണ്ട്, ആയുധമുണ്ടെങ്കിൽ കടുവ പിടിക്കും നേരം ഓടുവാൻ എന്നുള്ള രൂപത്തിലേക്ക് മറുപടി പറയുന്നുണ്ട്. അതായത് നായന്മാർ വലിയ പടയാളികളാണ്, പോർവീരന്മാരാണ് എന്ന രീതിയിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവരെ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ താൻ എന്താണ് ആയുധമൊന്നും ഇല്ലാതെ കാട്ടിലേക്ക് പോയത് എന്ന് നായരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഈ കടുവ വരുന്ന സമയത്ത് ആയുധം ഉണ്ടെങ്കിൽ പിന്തിരിഞ്ഞ് ഓടുക എന്ന് പറയുന്നത് പ്രയാസമാണ്, അതുകൊണ്ടാണ് തിരിഞ്ഞോടാൻ വേണ്ടിയിട്ടാണ് ആയുധം ഇല്ലാതെ പോയത് എന്ന് ഇദ്ദേഹം പറയുന്ന രൂപത്തിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരെയും വിമർശിച്ചുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് സാമൂഹിക അനാചാരങ്ങളെ കുറിച്ചിട്ടും സമൂഹത്തിലുണ്ടായിരുന്ന പൊള്ളയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു സറ്റയറിക്കൽ ആയിട്ടുള്ള രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇനി ഇത്രയും കാര്യങ്ങൾ മതി, ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഓക്കെ, ബാക്കി കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുത്ത കാലഘട്ടത്തിലേക്ക് വരികയാണ്, അതായത് റിനൈസൻസ് പീരീഡ് വരുന്നുണ്ട്. അപ്പം എല്ലാ കാലഘട്ടത്തിലും ഒരു ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരു റിനൈസൻസ്, അതായത് ഒരു പുരോഗമന കാലഘട്ടം വരും. ഇത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ കേസിലേക്ക് വരുന്നതല്ല, ബട്ട് സ്റ്റിൽ ഓക്കെ, ഒരു പുരോഗമനം അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ കാലഘട്ടം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വെൺമണി കാലഘട്ടത്തിലേക്കാണ് മലയാള കവിത ചെല്ലുന്നത്. അപ്പൊ വെൺമണി കാലഘട്ടം എന്ന് പറയുന്നത് അശ്ലീല സാഹിത്യം എന്ന് സാധാരണ ആളുകൾ വിമർശിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ മഹിളാളി മഹാസ്പദം എന്ന് നമ്മൾ പറയും. മഹിളാളി മഹാസ്പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണിക വർണ്ണനകൾ അല്ലെങ്കിൽ സ്ത്രീ വർണ്ണനകൾ മാത്രമാണ്. ഈ പറയുന്ന സ്ത്രീകളുടെ ആകാര വടിവിനെ കുറിച്ചിട്ടും സ്ത്രീകളെ കുറിച്ചിട്ടും അവരുടെ സൗന്ദര്യത്തിനെ കുറിച്ചിട്ടും ഒക്കെ അങ്ങനെ കവിതകൾ എഴുതി കൂട്ടുക, അത് വായിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക. ഓക്കെ, ഇന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അശ്ലീല സാഹിത്യ രചനാ രീതിയായിരുന്നു ഈ പറയുന്ന വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഇതിന്റെ വ്യത്യസ്ത വെർഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹിത്യ രീതിയിലേക്ക് ഒരു ഘട്ടത്തിൽ നമ്മുടെ മലയാള സാഹിത്യം പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് തിരിച്ചു കയറി വരുന്നതാണ് ഈ പറയുന്ന റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് കുമാരൻ ആശാനിലൂടെയാണ്. കുമാരൻ ആശാൻ നിങ്ങൾക്കറിയാം ആധുനിക കവികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ്. പ്രാചീന കവികൾ എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരും അതുപോലെ തന്നെ തുഞ്ചത്ത് എഴുത്തച്ഛനും അതുപോലെ ചെറുശ്ശേരിയുമാണെന്നുണ്ടെങ്കിൽ ആധുനിക മഹാകവിത്രയങ്ങളായിട്ട് വരുന്നതാണ് കുമാരൻ ആശാനും ഉള്ളൂറും വള്ളത്തോളും. അപ്പൊ അതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് വരുന്ന അല്ലെങ്കിൽ ഖണ്ഡകാവ്യങ്ങളിലൂടെ മലയാള സാഹിത്യത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച കവിയാണ് കുമാരൻ ആശാൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഖണ്ഡ സാഹിത്യം. അതായത് ഈ കാലഘട്ടത്തിൽ തന്നെ കുമാരനാശാന്റെ തൊട്ട് മുൻപ് വരുന്ന അല്ലെങ്കിൽ കുമാരനാശാനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു നിയോ ക്ലാസിക് പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാകാവ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, മഹാകാവ്യ പ്രസ്ഥാനം, ഇതിനാണ് നമ്മൾ നിയോ ക്ലാസിക് എന്ന് പറയുന്നത്. ഓക്കെ, നിയോ ക്ലാസിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നിയോ ക്ലാസിക് കൃതികൾ ഒന്നും തന്നെ എഴുതാതെ മലയാള സാഹിത്യത്തിലെ മഹാകവിയായിട്ട് തീർന്ന വ്യക്തിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ കാവ്യങ്ങളാണ്. ഒരു 200 പേജിൽ മാത്രം താഴെ വരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ കാവ്യങ്ങളിലൂടെ മഹാകവി സ്ഥാനത്തേക്ക് ഉയർന്ന വ്യക്തിയാണ് കുമാരനാശാൻ. എന്നാൽ ഉള്ളൂരും അതുപോലെ തന്നെ വള്ളത്തോളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ വള്ളത്തോളിന്റെ കേസിലാണെങ്കിൽ ചിത്രയോഗം വരുന്നുണ്ട്, അതാണ് വള്ളത്തോളിന്റെ മഹാകാവ്യം എന്ന് പറയുന്നത്. ഉള്ളൂരിന്റെ കേസിലാണെങ്കിൽ ഉമാ കേരളം വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും മലയാളത്തിലെ എണ്ണപ്പെട്ട ഈ പറയുന്ന മഹാകാവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ചിത്രയോഗത്തിന് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ചിത്രയോഗത്തിന് യാതൊരുവിധ സാഹിത്യ ഗുണവും ഇല്ല എന്ന് കുമാരനാശാൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ചിത്രയോഗത്തിനെതിരെ കുമാരനാശാന്റെ ഒരു വിമർശനത്തോട് കൂടിയിട്ടാണ് പിന്നീട് മഹാകാവ്യ പ്രസ്ഥാനം ഇല്ലാതാകുന്നത്. ഒരു സാഹിത്യ ഗുണവും ഇല്ലാത്ത ഒരു ചവറ് കൃതിയാണ് ഈ പറയുന്ന ചിത്രയോഗം എന്ന് വള്ളത്തോളിന്റെ കൃതിയെ കുമാരനാശാൻ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഉമാ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അത് വീണ്ടും നമ്മുടെ മലയാള സാഹിത്യത്തിൽ വളരെ പ്രധാനമുള്ള ഒരു കൃതിയാണ് ഉമാ കേരളം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദിത്യവർമ്മ മഹാരാജാവിന് ശേഷം പിന്നീട് വേണാട് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു റാണിയാണ് ഉമയമ്മ റാണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഉമയമ്മ റാണിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു കൽപ്പിത കഥയാണ് ഈ പറയുന്ന കൃതിയിൽ പറയുന്നത്. ഓക്കെ, ഉമാ കേരളത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വെക്കുക, മഹാകാവ്യ പ്രസ്ഥാനം അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ആ മഹാകാവ്യ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ പിന്നീട് മലയാളം കരകയറി വരുന്നതാണ് ഈ പറയുന്ന കുമാരനാശാന്റെ വീണ പൂവിലൂടെ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പൊ വീണ പൂവിലേക്ക് വരുന്ന സമയത്ത് മലയാള സാഹിത്യത്തിൽ 2 കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. ഒന്ന്, കാൽപ്പനികത എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കം കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൊമാൻറ്റിസിസം. ഓക്കെ, റൊമാൻറ്റിസിസം അതുപോലെ കാൽപ്പനികത ഇതിന് തുടക്കം കുറിക്കുന്ന ഒരു കൃതിയാണ് ഈ പറയുന്ന വീണ പൂവ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അർത്ഥഗർഭമായിട്ടുള്ള സാഹിത്യ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്നത് വെറുതെ, അതായത് രസത്തിന് വേണ്ടിയിട്ടാണ് കവിത, ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഈണോ താളോ ബോധോ ഇതൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല, നമുക്ക് ചൊല്ലി രസിക്കണം. ഓക്കെ, ഒരുപാട് കവിതകൾ എഴുതുക, കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടരെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ത് പറയുന്നുണ്ട്, കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടരെ എന്ന് പറയുന്നുണ്ട്. കവിതകൾ നിങ്ങൾ എഴുതി കൂട്ടിക്കോളൂ, നമുക്കത് രസിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ട് കവിതകൾക്ക് ഒരു സാമൂഹിക ധർമ്മമുണ്ട്, അതിൽ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ ഒരു സാഹിത്യ മാറ്റം സംഭവിക്കുന്നത് കുമാരനാശാനിലൂടെയാണ്. അപ്പൊ ഈ പറയുന്ന വീണപ്പൂവിന്റെ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പുഷ്പത്തിൽ പോലും മനുഷ്യ ജീവിതത്തിനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കൃതി എഴുതുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ആ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കുമാരനാശാന്റെ ഈ പറയുന്ന എല്ലാ കൃതികളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ചണ്ടാല ഭിക്ഷുകി വരുന്നുണ്ട്, കരുണ വരുന്നുണ്ട്, ദെൻ ദുരവസ്ഥ വരുന്നുണ്ട്, ചിന്താവിഷ്ടയ സീത വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദെൻ അതുപോലെ തന്നെ വള്ളത്തോൾ നാരായണ മേനോൻ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മഗ്ദലന മറിയം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധം വരുന്നുണ്ട്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് കൃതികളാണ്. പക്ഷെ വള്ളത്തോളിന്റെ കേസിൽ സോറി അപ്പൊ വള്ളത്തോളിന്റെ കേസിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള PSC സാധാരണ ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കൃതികൾ വരുന്നുണ്ട്. ഒന്ന് സാഹിത്യ മഞ്ജരി വരുന്നുണ്ട്. സാഹിത്യ മഞ്ജരി വിവിധ ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ സാഹിത്യ മഞ്ജരി എന്ന് പറയുന്ന കൃതി അത് വള്ളത്തോളിന്റെയാണ്. രണ്ടാമത്തത് എന്റെ ഗുരുനാഥൻ. ഇപ്പൊ വള്ളത്തോളിന്റെ കൃതികളിലേക്ക് വരുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയത ധാരാളമായിട്ട് തുളുമ്പി നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പറയുന്ന രൂപത്തിലേക്ക് ഭാരതം എന്ന് കേട്ടാൽ, അതുപോലെ തന്നെ കേരളം എന്ന് കേട്ടാൽ തിലക്കണം ചോര നമുക്ക് ജരമ്പുകളിൽ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് ദേശീയത കത്തിജ്വലിക്കുന്ന കൃതികളായിരുന്നു വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത്. അതുപോലെ ഗാന്ധിജിയെ തന്റെ ഗുരുനാഥനായി സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് ഈ പറയുന്ന എന്റെ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ ഗുരുനാഥൻ, സോറി, ശ്രീനാരായണ ഗുരുവിനെ. ഓക്കെ, അല്ല, എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് എന്റെ ഗുരു എന്ന് അല്ലെങ്കിൽ എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കൃതി അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനത് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മഹാത്മാഗാന്ധിയാണ് എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കൃതിയിൽ വരുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു എന്നാണ്. ശ്രീനാരായണ ഗുരുവായിട്ട് അദ്ദേഹത്തിന് ആത്മീയപരമായിട്ടുള്ള റിലേഷൻസ് ഒന്നും വരുന്നില്ല, മഹാത്മാഗാന്ധിയാണ് അവിടെ വരേണ്ടത്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ മഗ്ദലന മറിയം വരുന്നുണ്ട്, അച്ഛനും മക്കളും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, ഈ പറയുന്ന എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കൃതി മഹാത്മാഗാന്ധിയെ മുൻനിർത്തിയിട്ട് തന്നെയല്ലേ എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കണേ. ഇതിനടുത്തത് ഉള്ളൂർ പരമേശ്വര അയ്യർ വരുന്നുണ്ട്. ഉള്ളൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നാണ് പറയാറുള്ളത്. ഉജ്ജ്വല ശബ്ദാഢ്യൻ, യെസ്, മഹാത്മാഗാന്ധിയാണ്. യെസ്. അപ്പൊ ഉള്ളൂർ എന്ന് പറയുന്നത് ഉജ്ജ്വല ശബ്ദാഢ്യനാണ്. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പണ്ഡിതനായ കവിയാണ്. അപ്പൊ ഈ പറയുന്ന രൂപത്തില് മലയാളത്തിലെ പര്യായങ്ങൾ വെച്ചുകൊണ്ട് അമ്മാനമാടിയതാണ്. ഓക്കെ, അമ്മാനമാടിയിട്ടുള്ള ഒരു കവിയാണ് ഈ പറയുന്ന ഉള്ളൂർ പരമേശ്വരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പല രചനകളും നല്ല സാഹിത്യ അവബോധവും ഭാഷാ പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കൃതികളാണ് ഉള്ളൂരിന്റെ കൃതികൾ. എന്നാൽ അതേ സമയം തന്നെ വളരെ ലളിതമായിട്ട് വരുന്ന കാക്കെ കൂടെ ഇവിടെ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ബാലസാഹിത്യ രചനകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വൈവിധ്യമായിട്ടുള്ള രചനകളിലൂടെ മലയാള സാഹിത്യത്തിൽ തന്റേതായിട്ടുള്ള ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ഉള്ളൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള സാഹിത്യത്തിനെ കുറിച്ചിട്ട്, കേരള സാഹിത്യത്തിന്റെ ചരിത്രത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടെ അദ്ദേഹം എഴുതുന്നുണ്ട്. അതാണ് കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മലയാള സാഹിത്യത്തിനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനകളാണ് വരുന്നത്. അപ്പം മലയാള അല്ലെങ്കിൽ കേരള സാഹിത്യ ചരിത്രം അതും കൂടെ ഓർത്തു വെക്കണം. അത് ഈ പറയുന്ന പോലെ രാമചരിതം മുതലൊക്കെ വരുന്ന മലയാള സാഹിത്യ പ്രസ്ഥാനത്തിനെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നതാണ് ഈ പറയുന്ന കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇതിലെ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാലഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്, കാൽപ്പനികത എന്ന് പറയുന്നത്. അപ്പൊ കാൽപ്പനികതയുടെ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും പ്രണയമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പൊ പ്രണയം വരുന്നുണ്ടായിരിക്കും, പ്രണയത്തിൽ വിഘ്നം സംഭവിക്കുന്നുണ്ടായിരിക്കും, അതിൽ അന്തർമുഖനായിട്ടിരുന്ന് വിഷമിക്കുന്ന കാമുകനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ പ്രണയം പറയാൻ കഴിയാതെ പോയ കാമുകൻ ഉണ്ടായിരിക്കും. ഇനി ഇതൊന്നുമില്ലാതെ വെറുതെ വിഷമിച്ചിരിക്കുന്ന കാമുകൻ ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വ്യക്തി ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതായത് ചിന്തിച്ചുണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് റൊമാൻറ്റിക് മൂവ്മെന്റുകൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്, ദ പീക്ക് എന്ന് പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഓക്കെ, ചങ്ങമ്പുഴയാണ് മലയാള സാഹിത്യത്തിന് അല്ലെങ്കിൽ മലയാളത്തിന്റെ മുഴുവൻ ഈ പറയുന്ന റൊമാൻറ്റിസത്തിൽ തളച്ചിട്ട വ്യക്തിയാണ് ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രചനയാണ് രമണൻ എന്ന് പറയുന്നത്. ഓക്കെ, രമണൻ എന്ന് പറയുന്നത് രമണന്റെയും ചന്ദ്രികയുടെയും പ്രണയമാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ രമണന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, മദനൻ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ മദനൻ എന്ന് പറയുന്നത് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു മലയാള സാഹിത്യമുണ്ട്. അത് ഏതാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. മദനൻ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു മലയാള സാഹിത്യം വരുന്നുണ്ട്. ഓക്കെ, അതിലെ ലേഡി ക്യാരക്ടർ എന്ന് പറയുന്നത് ലീലയാണ്. എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. ആ കൃതിയുടെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് പറയണം. ഓക്കെ, മദനനും ലീലയും തമ്മിലുള്ള പ്രണയത്തിനെ കുറിച്ച് പറയുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ് എന്നുള്ളത്. ഓക്കെ,
യെസ്, അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക. ഇവിടെ പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ തന്നെ എന്ത് വരുന്നുണ്ട്, പ്രണയത്തിന്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ കാര്യം ജസ്റ്റ് ഒന്ന് അവിടെ ഓർത്ത് വെക്കുക. ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ചങ്ങമ്പുഴയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ രോഗാശയ്യനായിട്ട് കിടക്കുന്നുണ്ട്. ആളുകളൊന്നും, അതായത് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നശിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ജീവിതമായിരുന്നു. ഈ പറയുന്ന പോലെ കള്ളുകുടിയൊക്കെ ആയിട്ട് അങ്ങനെ, അതുപോലെ തന്നെ ഒരു ആഭാസകരമായിട്ടുള്ള ജീവിതം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ MK സാനുവിന്റെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് പറയുന്ന ജീവചരിത്രം വരുന്നുണ്ട്. ഓക്കെ, ജീവചരിത്ര കൃതി, അത് ഈ പറയുന്ന ചങ്ങമ്പുഴയുടെ ജീവചരിത്ര കൃതിയാണ്. MK സാനുവിന്റെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് പറയുന്ന കൃതി. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആഭാസകരമായിട്ടുള്ള ജീവിതം തന്നെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അല്ലാതെ അത് വിശേഷിപ്പിക്കാൻ വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ആ രൂപത്തിലേക്കുള്ള ഒരു ജീവിതം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒടുവിൽ ഈ സമൂഹത്തിനോട് തന്നെ വെറുപ്പൊക്കെ തോന്നിയിട്ട് അങ്ങനെ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് തന്റെ ദയനീയാവസ്ഥ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്ന ഒരു കൃതിയാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫേമസ് കളക്ഷൻ എക്സ്പ്രസിംഗ് ഇന്റൻസ് റൊമാൻറ്റിക് ആൻഡ് റബലിയസ് ഇമോഷൻ. റബലി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, സമൂഹത്തിനോട് തന്നെ കലഹം ചെയ്യുന്ന രൂപത്തിലേക്ക്, അതായത് താൻ എല്ലാം സ്വയം ചെയ്ത് തെറ്റാണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹം ഈ പറയുന്ന ഒരു അസ്ഥിമാടം അല്ലെങ്കിൽ ഒരു അസ്ഥികൂടത്തിന്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം തന്നെ മാറിയിട്ടുണ്ട്. രോഗങ്ങളും അതുപോലെ തന്നെ വൈയായികകളും കാരണം അങ്ങനെ മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന് തന്നെ അദ്ദേഹം പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൃതി എഴുതുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാഷ്പാഞ്ജലി വരുന്നുണ്ട്, അതുപോലെ തന്നെ യവനിക വരുന്നുണ്ട്, മനസ്സിനി വരുന്നുണ്ട്. മനസ്സിനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് അദ്ദേഹം എഴുതുന്നതാണ് മനസ്സിനി എന്ന് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് അല്ല, അത് കാമുകിയെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ കാമുകി, അതായത് അദ്ദേഹത്തിന് വഞ്ചിച്ചു പോയ ഒരു കാമുകി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, അദ്ദേഹം തന്നെ പോയിട്ടുള്ള ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് പാടുന്ന പിശാച് എന്ന് പറയുന്നത്. ഓക്കെ, പാടുന്ന പിശാച് എന്ന് പറയുന്നത്, അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, പാടുന്ന പിശാച്. ഓക്കെ, അപ്പം ഈ പറയുന്ന രൂപത്തിലേക്കുള്ള കൃതികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നതാണ്. അടുത്തത് എടപ്പള്ളി രാഘവൻ പിള്ള വരുന്നുണ്ട്. ഇദ്ദേഹം ഇതേപോലെ തന്നെ റൊമാൻറ്റിസിസം ആയിരുന്നു. ഓക്കെ, ഈ റൊമാൻറ്റിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതാണ് അവരെല്ലാവരും തന്നെ ഒരു വിഷാദത്തിന് അടിമപ്പെട്ട ആൾക്കാരായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചങ്ങമ്പുഴ ആയി കഴിഞ്ഞാലും രാഘവൻ പിള്ള ആയി കഴിഞ്ഞാലും ഒക്കെ വിഷാദത്തിന് അടിമപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ചങ്ങമ്പുഴയുടെ അടുത്ത ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഇവർ തമ്മിൽ ഒരു മത്സര ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും സ്കൂൾ മേറ്റുകളായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ എടപ്പള്ളി രാഘവൻ പിള്ള, എടപ്പള്ളി എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ സീനിയർ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടുപേര്, ഒരേ കഴിവുള്ള രണ്ടുപേര് ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള ആ ഒരു വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കുറച്ചുകൂടെ പക്വമായിട്ടുള്ള കാലഘട്ടം വരുന്നതോട് കൂടിയിട്ട് രണ്ടുപേരുടെയും ചിന്താഗതി സമാനമാവുകയും രണ്ടുപേർക്കും പരസ്പരം കവിതകളിലൂടെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അപ്പൊ തന്റേതിന് സമാനമായിട്ടുള്ള ഒരു മാനസിക വ്യവസ്ഥയിലൂടെയാണ് രാഘവൻ പിള്ള കടന്നു പോകുന്നത് എന്നുള്ളത് ചങ്ങമ്പുഴയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ എടപ്പള്ളി രാഘവൻ പിള്ളയുടെ കേസിലേക്ക് വരുന്ന സമയത്തും ചങ്ങമ്പുഴയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു വിഷാദ കവിയായിരുന്നു. ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ മനം നൊന്തുകൊണ്ടാണ് ചങ്ങമ്പുഴ പിന്നീട് രമണനൊക്കെ എഴുതുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് മണിമാടം എന്ന് പറയുന്നത്. ഓക്കെ, മണിനാഥം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അടുത്തത് ജി ശങ്കരക്കുറുപ്പ് വരുന്നുണ്ട്. അപ്പൊ ജി ശങ്കരക്കുറുപ്പിലൂടെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കാൽപ്പനികതയിൽ നിന്ന് മലയാള സാഹിത്യം പതുക്കെ എന്ത് ചെയ്യാണ്, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാണ്. അതായത് ആധുനികതയിലേക്കൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ജി ശങ്കരക്കുറുപ്പിലൂടെയാണ്. ഓക്കെ, അതായത് ജി ശങ്കരക്കുറുപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കവികൾ വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജി ശങ്കരക്കുറുപ്പ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യപ്പ പണിക്കർ വരുന്നുണ്ട്. അയ്യപ്പ പണിക്കരൊക്കെയാണ് ഇതിന്റെ പീക്ക് എന്ന് പറയുന്നത്. കാരണം കുരുക്ഷേത്രം എന്ന് പറയുന്നതാണ് മലയാള സാഹിത്യത്തിലെ ആധുനികത അടയാളപ്പെടുത്തിയ കൃതി എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തില് കുരുക്ഷേത്രമാണ്. ഇനി അതുപോലെ മലയാളത്തിലെ ഗദ്യ സാഹിത്യത്തിലെ ആധുനികത അല്ലെങ്കിൽ ഉത്തരാധുനികത അടയാളപ്പെടുത്തിയ കൃതി എന്ന് പറയുന്നത് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമാണ്. രവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മസംഘർഷങ്ങളാണ് ആ ഒരു കൃതിയിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഉത്തരാധുനികത അടയാളപ്പെടുത്തിയ കൃതി എന്ന് പറയുന്നത്, കാരണം നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃതികളും അതിന്റെ രചയിതാക്കളും അതിലെ പ്രധാനമായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പം ഈ പറയുന്ന പോലെ ഉത്തരാധുനികത അടയാളപ്പെടുത്തിയ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോവലിൽ ഉത്തരാധുനികത അടയാളപ്പെടുത്തുന്നത് ഖസാക്കിന്റെ ഇതിഹാസമാണ്. എന്നാൽ ചെറുകഥയിൽ ഉത്തരാധുനികത അടയാളപ്പെടുത്തുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിഗ്ഗിറ്റയാണ്.
ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ഓവറോൾ ഒന്ന് ഓർത്ത് വെക്കുക, ഓരോ സാഹിത്യ പ്രസ്ഥാനങ്ങളിലെയും പ്രധാനമായിട്ട് വരുന്ന കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ വീണ്ടും നമ്മൾ കവിതയിലേക്ക് വരികയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ജി ശങ്കരക്കുറുപ്പ് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ സിലബസിന്റെ വേറൊരു ഭാഗത്ത് വരുന്നുണ്ട്. അതായത് ജ്ഞാനപീഠ ജേതാക്കളും അവരുടെ പ്രധാനമായിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പും അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന രചനയും. 1965 ജ്ഞാനപീഠം കിട്ടുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 1950 കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഈ രചനയൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇതിന് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് വരുന്ന ചില കൃതികളാണ്. ഒന്ന് സാഹിത്യ കൗതുകം വരുന്നുണ്ട്, അതുപോലെ തന്നെ പതികന്റെ പാട്ട് വരുന്നുണ്ട്, നിമിഷം വരുന്നുണ്ട്, അതുപോലെ തന്നെ വിശ്വദർശനം വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത്. ഇനി സുഗതകുമാരി ജി ശങ്കരക്കുറുപ്പ് ഇതുപോലെയുള്ള കുറച്ച് കവികളുണ്ട്. ഇവരെ നമ്മൾ പ്രകൃതി കവികൾ എന്നും പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള, അതായത് 1972 ശേഷം, കാരണം ആ സമയത്താണ് ബ്രണ്ടറ്റ്ലാൻഡ് റിപ്പോർട്ട് വരുന്നത്. ഓക്കെ, ബ്രണ്ടറ്റ്ലാൻഡ് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടിനെ തുടർന്നുകൊണ്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ആധുനിക പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ 1960-70 കാലഘട്ടത്തില് മലയാള സാഹിത്യത്തില് പ്രകൃതിയെ കുറിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള കവികളാണ് ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സുഗതകുമാരി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഒരു പ്രകൃതി കവി കൂടിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രകൃതിയെയും പ്രകൃതിയിലെ വിസ്മയങ്ങളെയും ഒക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള രചനയാണ് സാഹിത്യ കൗതുകം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതവും ആ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെ കുറിച്ചിട്ടും പ്രയാസങ്ങളെ കുറിച്ചിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ള കൃതിയാണ് പതികന്റെ പാട്ട് എന്ന് പറയുന്നത്. ഒരു മരുഭൂമിയിൽ, അതായത് മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന മനുഷ്യൻ, അതായത് ദുഃഖങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പ്രതീകാത്മകമായിട്ടുള്ള രചനയാണ് പതികന്റെ പാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ വെറുതെ കളയുന്ന സമയം, ആ സമയത്തിന്റെ മൂല്യത്തിന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള രചനയാണ് നിമിഷം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മണിക്കൂറുകളും ദിവസങ്ങളും വെറുതെ കളയാറുണ്ട്. അതിൽ ഒരു നിമിഷത്തിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കവിതയാണ് നിമിഷം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള രചനകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നതാണ് സിംബോളിസം ആൻഡ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും പ്രതീകാത്മകമായിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എന്റെ ഉള്ളിലുള്ള ദുഃഖം ഉണ്ടെങ്കിൽ എന്റെ ദുഃഖമായിട്ടല്ല അത് പറയുന്നത്, ഈ പ്രകൃതി തന്നെ മഴ പെയ്യുന്നു എന്നുള്ള രൂപത്തിലേക്ക്, അതായത് എന്റെ കണ്ണുനീര് മഴയായിട്ട് പെയ്തൊഴിയുന്നു എന്നുള്ള രൂപത്തിലേക്ക്, അങ്ങനെയൊക്കെ സിമ്പിൾസ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യാറുള്ളത്, അവതരിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ മിസ്റ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മായികത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തത്വചിന്തകന്റെ ഒക്കെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ വ്യൂ പോയിന്റിൽ അതിനെ അപഗ്രഥനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ മിസ്റ്റിക് കവി എന്ന് അറിയപ്പെടുന്നതും ജി ശങ്കരക്കുറുപ്പാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആസ്തിക്യത്തിന്റെ കവി വരുന്നുണ്ട്. ആസ്തിക കവി എന്ന് അറിയപ്പെടുന്നത് അക്കിത്തമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കവികൾക്കും അവരുടെ കവിതയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് സ്ഥല പേരുകളൊക്കെ അല്ലെങ്കിൽ ചില ബഹുമതികളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആസ്തികനായിട്ടുള്ള കവി എന്ന് അറിയപ്പെടുന്നത് ഈ പറയുന്ന പോലെ അക്കിത്തമാണ്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പ് മിസ്റ്റിക് കവിയായിട്ട് നമ്മൾ പറയുന്നത് ജി ശങ്കരക്കുറുപ്പിനെയാണ്. ഓക്കെ, ഒരു അദ്വൈത ദർശനവും അതുപോലെ തന്നെ ദാർശനിക ചിന്തകളും ഒക്കെ ഇദ്ദേഹത്തിന്റെ രചനകളിൽ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കണം. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഡെപ്തിലേക്ക് പോകുന്നില്ല, കാരണം കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നോക്കുക, 85 പേജിൽ 11 പേജ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും പരസ്പരം ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ടായിരിക്കും. ഇനി അടുത്തതാണ് പ്രോഗ്രസീവ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ പുരോഗമനാത്മക പ്രസ്ഥാനം എന്ന് നമ്മൾ പറയും. ഓക്കെ, പുരോഗമന പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് പ്രോഗ്രസീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഗദ്യ സാഹിത്യത്തിലാണ്. അതായത് നമ്മൾ പദ്യ സാഹിത്യത്തില് കവിതകളിൽ റിയലിസം നടക്കുന്നതിന് സമാന്തരമായിക്കൊണ്ട് ഗദ്യ സാഹിത്യത്തിൽ നടക്കുന്നതാണ് ഈ പറയുന്ന പ്രോഗ്രസീവ് മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. പുരോഗമനാത്മക പ്രസ്ഥാനം എന്ന് നമ്മൾ മലയാളത്തിൽ സാധാരണയായിട്ട് പറയും. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന വക്താക്കൾ എന്ന് പറയുന്നത്, ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ വരുന്നുണ്ട്, രണ്ടാമത്തത് തകഴി വരുന്നുണ്ട്, മൂന്നാമത്തത് കേശവദേവ് വരുന്നുണ്ട്. അപ്പൊ ഇവരാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള വക്താക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ഉറൂബ് അതുപോലെ തന്നെ പൊൻകുന്നം വർക്കി ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് സാമൂഹികമായിട്ടുള്ള പ്രതിഫലനമാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പൊ പൊൻകുന്നം വർക്കിയുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ശബ്ദിക്കുന്ന കലപ്പ, അതുപോലെ തന്നെ പൊൻകുന്നം വർക്കിയുടെ കൃതികളിലൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിസ്ത്യൻ സാമൂഹിക ജീവിതത്തിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് പൊൻകുന്നം വർക്കിയുടെ രചനകൾ എന്ന് പറയുന്നത്. അപ്പൊ ഉറൂബ് ഫോർ എക്സാമ്പിൾ ഉമ്മാച്ചു അല്ലെങ്കിൽ സുന്ദരികളും സുന്ദരന്മാരും, ഇതുപോലെ ഉറൂബിന്റെ രചനകളിലേക്ക് വരുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു നമ്മൾ കാണാത്ത ഒരു വശം അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ, അതായത് ഇടത്തരം അല്ലെങ്കിൽ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് ബഷീറിന്റെ രചനകൾ എന്ന് പറയുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിന്റെ രചനകളും ഇതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടനാടിന്റെ രചയിതാവ് അല്ലെങ്കിൽ കുട്ടനാടിന്റെ
കഥാകൃത്ത് എന്നറിയപ്പെടുന്ന തകഴിയിൽ വരുന്നത് കുട്ടനാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ മുക്കുവന്മാരും കർഷകരും അവരുടെ സമരങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും തകഴിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ അടിച്ചമർത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തള്ളിക്കളയപ്പെട്ട സമൂഹത്തിലെ അധസ്ഥിതരായിട്ടുള്ള ഒരു വർഗം ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ രചനകൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ജീവിത വ്യവഹാരങ്ങളാണ് കൂടുതലായിട്ടും കേശവദേവന്റെ രചനകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവർ കണ്ടെത്തിയ അവർ കാണുന്ന ലോകത്തിലെ ഓരോ അവരനുഭവിച്ച ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു അവരുടെ രചനകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെങ്കിൽ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത് ഒരു ഹ്യൂമാനിസം, അതായത് മാനവികതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള രചനകളാണ്. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ രചനകളൊക്കെ വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് മലബാറിൽ വരുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഷയാണ്. അത് ഈ പറയുന്ന മലബാറിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഭാഷയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടുമല്ല. അതിൽ നിന്ന് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഭാഷയാണ് അദ്ദേഹത്തിന്റെ രചനകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ ഭാഷ എന്ന് പറയുന്നത് നോൺ റിപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് അനുകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബഷീറിന്റെ സാഹിത്യം ഇന്നും യുണീക്ക് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹിത്യം മറ്റൊരാൾക്ക് അനുകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നതുകൊണ്ടാണ്. കാരണം അതിലെ ഭാഷയായി കഴിഞ്ഞാലും അതിലെ അവതരണ ശൈലി ആയി കഴിഞ്ഞാലും അതിലെ കഥാപരിസരമായി കഴിഞ്ഞാലും അതിലെ കഥാകൃത്തായി കഴിഞ്ഞാലും എല്ലാം തന്നെ, അതായത് കേന്ദ്ര കഥാപാത്രമായി കഴിഞ്ഞാലും ഇതെല്ലാം ബഷീർ തന്റെ സമൂഹത്തിൽ കാണുന്ന, തന്റെ ചുറ്റുപാടും കാണുന്ന, തന്റെ ഫാമിലി, തന്റെ കുടുംബം, തന്റെ ബന്ധുക്കൾ, ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഷീർ സാഹിത്യം മലയാളത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എട്ടുകാലി മമ്മൂഞ്ഞ് ആയി കഴിഞ്ഞാലും കുഞ്ഞുപാത്തുമ്മ ആയി കഴിഞ്ഞാലും ബഷീർ ആയാലും സുഹറ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ആനവാരി. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും മലയാള സാഹിത്യത്തിൽ യുണീക്ക് ആയിട്ട് നിൽക്കുന്ന കഥാകൃത്തുക്കളാണ്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ്. കഥാകൃത്തല്ല, കഥാപാത്രങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ബാല്യകാല സഖി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളാണ്, മജീദ് അതുപോലെ തന്നെ സുഹറ വരുന്നുണ്ട്. ഇനി ബാല്യകാല സഖിയെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള നിരൂപണം എന്ന് പറയുന്നത് MP പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബാല്യകാല സഖി എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണ്. ആ ഏടുകളിൽ അല്ലെങ്കിൽ ആ ചീന്തിയെടുത്തിരിക്കുന്ന പേജുകളിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം അത്രത്തോളം എന്താ പറയാ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജീവിതത്തിന് അത്രത്തോളം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന രചനകളാണ് അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറയുന്ന ബാല്യകാല സഖി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലൊരു വിങ്ങലായിരിക്കും. അതുപോലെ തന്നെ മതിലുകൾ വായിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഒരു നഷ്ടം, ഒരു ഏകാന്തതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന സമയത്ത് വളരെ രസമായിരിക്കും, നമുക്കത് വളരെ രസമായിട്ട് വായിച്ചു പോകാൻ പറ്റും. എന്നാലും അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുന്ന സമയത്ത്, ആ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രൂപത്തിൽ ഒരു സങ്കടം വരുന്നുണ്ടായിരിക്കും. ദെൻ അതുപോലെ തന്നെ എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ഓക്കെ, എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കൃതി നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കും സമൂഹത്തില്. അതായത് അത് ഒരു ഒറ്റ ലൈൻ ഉണ്ട്. ആ ഒരു ഒറ്റ ലൈനിൽ, അതായത് അതുവരെ അന്ധകാരത്തില്, അതായത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്ന അന്ധകാരത്തിനെയും അതുപോലെ തന്നെ അവിശ്വാസത്തിനെയും, അതായത് കൃത്യമായിട്ടുള്ള മറ്റുള്ളവരൊക്കെ വിദ്യാഭ്യാസത്തിന് പുറകെ പോകുന്ന സമയത്തും അതിനോട് പുറംതിരിഞ്ഞ് തിന്നിട്ടുണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു രചനയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ പറയുന്ന കുഞ്ഞിപ്പാത്തുവിന് ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന നിസാർ അഹമ്മദ് അതുപോലെ തന്നെ നിസാർ അഹമ്മദിന്റെ സഹോദരി വരുന്നുണ്ട്. അവരിൽ നിന്ന് വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചമാണ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്കുണ്ട്. ഓക്കെ, അതായത് വളരെ ചെറിയ വാക്കുകളിലൂടെ വലിയ ഒരു അർത്ഥം അത് നമ്മുടെ വായനക്കാരന്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ബഷീറിന്റെ രചനകൾ വരാറുള്ളത്. ഒന്നും ചേരുന്ന സമയത്ത് വലിയ ഒന്നാണ്. അതിന് ഒരു യുക്തിപരമായിട്ടുള്ള റീസണും നൽകുന്നുണ്ട്. രണ്ട് ചെറിയ പുഴകൾ ചേരുന്ന സമയത്ത് വലിയൊരു പുഴയായിട്ടാണ് മാറുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒന്നും ചേരുന്ന സമയത്ത് വലിയ ഒന്നാണ്, അവിടുന്ന് രണ്ട് എവിടുന്ന് വരുന്നു എന്നുള്ളത് ഈ പറയുന്ന പോലെ ബഷീറിനെ സംബന്ധിച്ചിട്ട് യുക്തിപരമല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്തും ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുവരെ കാണാതിരുന്ന ആ ഒരു കാര്യത്തിനെ അനുഭവിക്കുന്ന സമയത്ത് അതിന്റെ വെളിച്ചത്തിന് അറിയാൻ വേണ്ടിയിട്ട് പറ്റാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസമാണെങ്കിൽ അക്ഷരജ്ഞാനം എന്ന് പറയുന്നതിനെ അതുവരെ അനുഭവിക്കാത്ത കുഞ്ഞുപാത്തുമ്മ അത് അറിയുന്ന സമയത്ത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പ്രതികരണമാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഇതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവ് എന്ന് പറയുന്ന രചനകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കണ്ണീരും കിനാവ് എന്ന് പറയുന്ന ആ ഒരു കൃതിയിലേക്ക് നോക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു തീയാടി പെൺകുട്ടിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ കെടാവിളക്ക് എന്റെ ഉള്ളിൽ നിറച്ചുള്ള, അതായത് മാൻമാർക്ക് കുട എന്ന് എഴുതുന്ന സമയത്ത് VT ഭട്ടതിരിപ്പാട് വരുന്ന സന്തോഷമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ കൃതിയിൽ കണ്ണീരും കിനാവ് എന്ന് പറയുന്ന ആ ഒരു രചനയിൽ 17-ാം വയസ്സിലാണ് അദ്ദേഹം അക്ഷരജ്ഞാനം നേടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആ ഒരു കൃതിയിൽ പറയുന്നുണ്ട്.
അപ്പം ഈ രൂപത്തിൽ പോകുന്ന ഒരു രചനയാണ് ബഷീറിന്റെ രചനകൾ എന്ന് പറയുന്നത്. അതിൽ പൊതുവെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏടുകൾ, അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ബാല്യകാല സഖി ഈ പറയുന്ന പോലെ മജീദിന്റെയും സുഹറയുടെയും ജീവിതമാണ്. ഇതിൽ മജീദ് എന്ന് പറയുന്നത് ബഷീർ തന്നെയാണ് എന്ന് പല നിരൂപകന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു കഥാപരിസരം നോക്കിക്കഴിഞ്ഞാൽ മജീദ്, സുഹറ രണ്ടുപേരും നാട്ടിൽ ജീവിക്കുന്നവരാണ്. മജീദ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വലിയ കുടുംബത്തിൽ നിന്നുള്ളതാണ്. സുഹറ എന്ന് പറയുന്നത് പാവപ്പെട്ട കുടുംബത്തിലാണ്. എന്നാൽ പിന്നീട് മജീദിന്റെ കുടുംബം എന്ത് ചെയ്യുന്നുണ്ട്, ദാരിദ്ര്യത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നീട് ബാപ്പയുമായിട്ട് തെറ്റുന്ന മജീദ് പിന്നീട്, അതായത് സുഹറയും മജീദും തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ആ സ്നേഹം ബാപ്പ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ മജീദ് പിന്നീട് നാട് വിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നാട് വിട്ട് പോയതിനു ശേഷം പിന്നീട് മജീദ് തിരിച്ചെത്തുന്നുണ്ട്. തിരിച്ചെത്തുന്ന സമയത്ത് ഒരു കാല് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം സുഹറയുടെ നില എന്ന് പറയുന്നത് വീണ്ടും പരിതാപകരമായിട്ടുണ്ടായിരുന്നു. വീണ്ടും അവർ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും അങ്ങനെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് ആയ സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു ആലോചന വന്ന സമയത്ത് സുഹറയുടെ മാതാവ് അല്ലെങ്കിൽ ഉമ്മ സുഹറയെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കല്യാണത്തിന് ശേഷം പിന്നീട് ദുരിതം മാത്രമായ സമയത്ത് സുഹറ പിന്നീട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് മജീദ് വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് തിരിച്ചെന്ത് ചെയ്യുന്നത്, നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പൊ ആ സമയത്ത് സുഹറയുടെ ദുരിതം കണ്ടുകൊണ്ട് പിന്നീട് മജീദ് എന്ത് ചെയ്യുന്നുണ്ട്, സുഹറയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ സുഹറയ്ക്ക് എന്ത് വരുന്നുണ്ട്, രോഗം ബാധിക്കുന്നുണ്ട്. സുഹറയുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തണം. അതുപോലെ തന്നെ മജീദിന് തന്റെ സഹോദരിമാരുടെ വിവാഹം നടത്തി കൊടുക്കുകയും വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലായ, ഒരു സാമ്പത്തിക വ്യവസ്ഥയിലാകുന്ന സമയത്ത് മജീദ് വീണ്ടും നാട് വിട്ടു പോകുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ടെലഫോണോ അല്ലെങ്കിൽ കത്തുകൾ അയച്ചിട്ടൊക്കെ ആയിരുന്നു പരസ്പരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പുറത്ത് പോയിട്ട് അവിടെ അധ്വാനിക്കുന്ന ഒരു ഹോട്ടൽ തൊഴിലാളിയായിട്ട് അധ്വാനിക്കുന്ന മജീദ്, എന്നാൽ അതേസമയം രോഗം മൂർച്ഛിച്ചിട്ട് മരിച്ചു പോകുന്ന സുഹറ, ആ മരണവിവരം അറിയാതെ സുഹറയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പാടുപെടുന്ന മജീദ്. ഇങ്ങനെയാണ് ആ ഒരു കഥ തുടർന്ന് പോകുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ദുരിതം മാത്രം നൽകുന്ന ഒരു ജീവിതത്തിനെ ചിത്രീകരിക്കുന്നതാണ് ബാല്യകാല സഖി എന്ന് പറയുന്ന രചന. ഓക്കെ, അതുകൊണ്ടാണ് ട്രാജിക്, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റൊമാൻസ് ആണ്. നമ്മുടെ രമണനിലൊക്കെ കാണുന്നത് പോലെ കാൽപ്പനികമായിട്ടുള്ള, കൽപ്പിച്ചെടുക്കുന്ന, ചിന്തിച്ചെടുക്കുന്ന പ്രണയമല്ല. യഥാർത്ഥ ജീവിതത്തിലുള്ള പ്രണയത്തിനെ കുറച്ചും കൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശ്രമിക്കുന്നത്. അടുത്തത് പാത്തുമ്മയുടെ ആട് വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ 10ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിൽ ഉണ്ടായിരുന്ന ഒരു കൃതിയായിരുന്നു, കഥയായിരുന്നു പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു അതായത് മലബാറിലുള്ള ഒരു മുസ്ലിം ഫാമിലിയുടെ കഥയാണ് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് കേന്ദ്ര കഥാപാത്രം ബഷീർ തന്നെയാണ്. അപ്പൊ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പാത്തുമ്മയുടെ ആട് പെറുന്ന ഒരു സീൻ വരുന്നുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണ്, പാത്തുമ്മയുടെ ആട് പെറ്റു എന്നാണ്. അപ്പം ആ പ്രസവത്തിന്റെ ബാക്കിയുള്ളവർക്ക്, അതായത് ബഷീറിന് ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ വലിയ കൺസേൺ ആയിരുന്നു. പാത്തുമ്മയുടെ ആട് പ്രസവിക്കാൻ പോകുന്നു. പക്ഷെ വീട്ടിലുള്ള ഒരുപാട് പ്രസവം കണ്ട സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അതൊരു നോർമൽ പ്രൊസീജിയർ മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വളരെ ചെറിയ കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റി വരുന്ന ശബ്ദ കോലാഹലങ്ങളും ഒക്കെയാണ് പാത്തുമ്മയുടെ ആടിൽ വരുന്നത്. ഇനി അതിൽ മറ്റൊരു സീൻ വരുന്നുണ്ട്, ബഷീറിന്റെ തന്നെ കൃതിയായിട്ടുള്ള ശബ്ദങ്ങൾ പാത്തുമ്മയുടെ ആട് തിന്നുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മലയാളത്തിലെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഈ പറയുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്ന രചന പാത്തുമ്മയുടെ ആട് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുന്ന സമയത്ത് ബഷീറിന്റെ ആത്മകഥകളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിലേക്ക്, ഈ പറയുന്ന രൂപത്തിലെ പൂച്ചയും കോഴിയും എല്ലാമായിട്ട് വരുന്ന ബഷീറിന്റെ ഒരു അണുകുടുംബ വ്യവസ്ഥിതിയാണ് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇതൊരു കോമിക്കൽ, അതായത് ഒരു ഹാസ്യാത്മകമായിട്ടാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഈ ഒരു രചന ബഷീർ നിർവഹിച്ചിരിക്കുന്നത്. അടുത്തത് മതിലുകൾ വരുന്നുണ്ട്. ഇതിനെ പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയിട്ട് മാറ്റുന്നുണ്ട്, മമ്മൂട്ടിയുടെ സിനിമയായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ജയിലിൽ അടയ്ക്കപ്പെട്ട, അതായത് ബഷീർ തന്റെ ജയിലിൽ താമസിക്കുന്ന സമയത്ത് എഴുതിയ രചനയാണ് ഈ പറയുന്ന മതിലുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഥാകൃത്തായിട്ടുള്ള ബഷീർ ഈ പറയുന്ന ജയിലിലാണ്. എന്നാൽ അതേസമയം ഈ കഥയിലുള്ള കഥാനായകൻ അദ്ദേഹം ജയിലിൽ തന്നെയാണ്. അപ്പൊ ആ ജയിലിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് ജയിലിന്റെ മതിൽക്കെട്ടലിന് നേരെ അപ്പുറത്ത് വനിതാ ജയിലാണ്. അവിടെ പുതിയൊരു അന്തേവാസിനി എത്തുന്നുണ്ട്, നാരായണി എത്തുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന നാരായണിയുമായിട്ട് ഈ പറയുന്ന ബഷീറിന് അല്ലെങ്കിൽ നരേറ്റർക്ക്, കഥാനായകന് ഒരു സ്നേഹം രൂപപ്പെടുകയാണ്. അപ്പൊ ഓരോ സമയം എത്തുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സിനിമയിലെ സീനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മതിലിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ കമ്പ് മുകളിലേക്ക് ഉയർത്തി, അതായത് എറിയുന്നതും താൻ ഇവിടെ ഉണ്ട് എന്ന് നാരായണി അറിയിക്കുന്നതും ഒക്കെ. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ബഷീറിന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കഥാനായകന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹത്തിന് റിലീസ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് അത് വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രൂപത്തിലേക്ക് പുറത്തല്ല, അയാളുടെ സ്വാതന്ത്ര്യം, അയാളുടെ ലോകം എന്ന് പറയുന്നത് ഈ ജയിലാണ് എന്നുള്ള രൂപത്തിലേക്ക് അദ്ദേഹം മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഡബ്ഡ് ബൈ KPSC എഴുതിയാണ്. ഓക്കെ, ഈ പറയുന്ന നാരായണിയുടെ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് KPSC എഴുതിയായിരുന്നു. കഥാപാത്രത്തിനെ കാണിക്കുന്നില്ല, സൗണ്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ഇതിന്റെ മറ്റൊരു അഡാപ്റ്റേഷൻ ആയിട്ട് വരുന്ന ഒരു കൃതി ഉണ്ടായിരുന്നു. അതിന്റെ എക്സാക്ട് പേര് ഞാൻ ഓർക്കുന്നില്ല, മമ്മൂട്ടിയുടെ. ഓക്കെ,
അതായത് മമ്മൂട്ടിയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തുമായിരുന്നു അതിൽ അഭിനേതാക്കളായിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, മമ്മൂട്ടി ഈ പറയുന്ന പാർവതി തിരുവോത്തിനെ അടിച്ചു കൊന്നിട്ട് വീണ്ടും ജയിലിലേക്ക് പോകുന്ന രൂപത്തിലേക്കുള്ള ഒരു ഒരു തീമാണ് അതിൽ വരുന്നത്. കാരണം ജയിലിലാണ് അദ്ദേഹത്തിന് മനസ്സമാധാനം വരുന്നത്. സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളായിട്ട്, കാരണം മമ്മൂട്ടി തന്നെ അവതരിപ്പിച്ച 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഓക്കെ, യെസ്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിപ്പാത്തുമ്മ വരുന്നുണ്ട്, അതുപോലെ തന്നെ നിസാർ അഹമ്മദ് വരുന്നുണ്ട്, കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയും വരുന്നുണ്ട്. യെസ്, മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമ. ഓക്കെ, മുന്നറിയിപ്പ് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള തീം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതായത് തിരിച്ച് ജയിലിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ഇവിടെ 2 സ്ഥലത്തും കാണാൻ പറ്റുന്നത്. ഇനി എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിൽ, ഓക്കെ യെസ്, അപർണയാണ്. ഓക്കെ, പാർവതി തിരുവോത്തല്ല, അപർണയാണ്. ഓക്കെ, യെസ് യെസ് ഓക്കെ യെസ്. അപ്പൊ എന്റെ ഉപ്പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഈ ഒരു രചനയിലേക്ക് വരുന്ന സമയത്ത് പണ്ട് കാലഘട്ടത്തിൽ പ്രതാപത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞിപ്പാത്തുവിന്റെ ഉപ്പയുടെ ഉപ്പയ്ക്ക് ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു, കൊമ്പനാന ഉണ്ടായിരുന്നു. അതില് ഈ പറയുന്ന പോലെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഉമ്മ. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കഥാപരിസരം എന്ന് പറയുന്നത്. എന്റെ ഉപ്പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കഥാപരിസരം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഈ പേര് തന്നെ വരുന്നത്. എന്നാൽ കുഞ്ഞിപ്പാത്തുവിനെ സംബന്ധിച്ചിട്ട് ഈ പൊങ്ങച്ചം, കാരണം കുഞ്ഞിപ്പാത്തു കാണുന്നത് മുതൽ ഈ കുടുംബം ദാരിദ്ര്യത്തിലാണ്. അപ്പൊ കുഞ്ഞിപ്പാത്തു തന്നെ പറയുന്നുണ്ട് ആ ആന കുഴിയാനയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ വരുന്ന ഒരു കഥയാണ് ഇവിടെ. അതായത് നർമ്മവും അതുപോലെ തന്നെ ഹാസ്യവും, എന്നാൽ അതേപോലെ തന്നെ സാമൂഹിക പരിഹാസവും എല്ലാം ഒളിപ്പിച്ചു വെച്ച ഒരു കൃതിയാണ് എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള കൃതിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പിന്നീട്, അതായത് ഈ പറയുന്ന കുഞ്ഞിപ്പാത്തുവിന്റെ ഉമ്മ എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു അഹങ്കാരിയായിട്ട് വരുന്ന, അഹങ്കാരം ഇൻ ദ സെൻസ് അവര് പണ്ട് പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു, അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും ബഹുമാനിക്കണം, തങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന രൂപത്തിൽ ജീവിച്ചു വരുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ ദാരിദ്ര്യത്തിന് ആ കാരണം കൊണ്ട് പിന്നീട് സമൂഹത്തിൽ അല്ലെങ്കിൽ അവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും അവർ പിന്നീട് വീട് മാറി നാട് മാറി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ പുതിയ അന്തേവാസികളായിട്ട് വരുന്നതാണ് ഈ പറയുന്ന നിസാർ അഹമ്മദും അദ്ദേഹത്തിന്റെ സഹോദരിയും. അപ്പൊ അങ്ങനെ സഹോദരി നിസാർ അഹമ്മദും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയും കൂടെ കുഞ്ഞിപ്പാത്തുവിന് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്താണ് കുഞ്ഞിപ്പാത്ത് പറയുന്നത് ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചമാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇതുപോലെ തന്നെ ഫാൾസ് പ്രൈഡ്, തെറ്റായിട്ടുള്ള, നമ്മൾ പറയാറുണ്ടല്ലോ പണ്ടത്തെ, അതായത് ഈ പറയുന്ന ആനയ്ക്ക് പാപ്പാന് തായമ്പേണ്ട പക്ഷെ മകൻ എന്തിനാണ് എന്നുള്ള രൂപത്തിലേക്കൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ പണ്ടുണ്ടായിരുന്ന പ്രതാപത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടക്കുന്ന മുസ്ലിം സമുദായത്തിന് അതുപോലെ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥിതിയൊക്കെ പരിഹസിക്കുന്ന ഒന്നായിട്ടാണ് എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കൃതി കൂടിയാണ് എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രേമലേഖനം വരുന്നുണ്ട്. വളരെ രസകരമായിട്ട് നർമ്മലേഖനം അല്ലെങ്കിൽ നർമ്മത്തിൽ കലർത്തി എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് പ്രേമലേഖനം എന്ന് പറയുന്നത്. അതിൽ കേശവൻ നായരും അതുപോലെ തന്നെ സാറാമയുമാണ് വരുന്നത്. സാറാമ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ്. കേശവൻ നായർ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ക്ലർക്കാണ്. സ്വാഭാവികമായിട്ടും സാമുദായികമായിട്ടുള്ള മതിൽക്കെട്ടുകൾ ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഇവരുടെ പ്രണയമാണ് വരുന്നത്. അങ്ങനെ ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രേമലേഖനം തന്നെയാണ്. ഒരു ഘട്ടത്തിൽ തന്റെ പ്രണയം സാറാമ്മയോട് പറയാൻ വേണ്ടിയിട്ട് കേശവൻ നായർ ഒരു പ്രേമലേഖനം എഴുതുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് പ്രേമഭരിതമായിട്ടുള്ള ഈ യവന കാലത്ത് അസുരബലം, അങ്ങനെ ലൈക്ക് ഒരു സാഹിത്യത്തിൽ നിറഞ്ഞിട്ടുള്ള ഒരു പ്രേമലേഖനം അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പൊ ആ പ്രേമലേഖനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ ഹിറ്റായ ഒരു കാര്യമായിരുന്നു, ആ പ്രേമലേഖനം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ പ്രേമലേഖനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതിയ പ്രേമലേഖനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രേമലേഖനമൊക്കെ എഴുതുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും ഇവരുടെ ഭാവിയെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് തങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി, ആ കുട്ടിയെ ഏത് മതവിഭാഗത്തിലായിരിക്കണം, കാരണം ഒരാൾ ഹിന്ദുവാണ് ഒരാൾ ക്രിസ്ത്യനാണ്, അപ്പം ഏത് മതത്തിലായിരിക്കണം ഈ കുട്ടിയെ വളർത്തേണ്ടത് എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ആ ചർച്ചകൾക്കൊടുവിൽ അവരൊരു പരിഹാരം കണ്ടെത്തുന്നുണ്ട്. കുട്ടിയെ ഒരു മതവും പഠിപ്പിക്കേണ്ടതില്ല, ആ കുട്ടിയെ സ്വതന്ത്രമായിട്ട് വിടണം. ആ കുട്ടിക്ക് നൽകുന്ന പേരൊക്കെ അവർ അതിൽ പറയുന്നുണ്ട്. ആകാശമിട്ടായി എന്ന് പറയുന്ന പേരായിരിക്കണം നൽകേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മതിൽക്കെട്ടുകൾ, സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മതത്തിന്റെ മതിൽക്കെട്ടുകൾക്ക് അതീതമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്ന ബഷീറിന്റെ ചിന്തയാണ് ഇവിടെ നമുക്ക് പ്രേമലേഖനം എന്ന് പറയുന്ന രചനകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ബഷീറിന്റെ രചനകൾ എന്ന് പറയുന്നത്. ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ബഷീറിന്റെ രചനകളാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് തകഴിയാണ്. തകഴിയുടെ ചെമ്മീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ കയർ വരുന്നുണ്ട്. മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ബൃഹത്തായിട്ടുള്ള ഏകദേശം ഒരു 6 തലമുറയുടെ കഥ പറയുന്ന രചനയാണ് കയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഭൂമിയുടെ അളവെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് 250 വർഷത്തോളം വരുന്ന ഒരു വലിയ ഏകദേശം 1000-ഓളം ക്യാരക്ടേഴ്സ് വരുന്ന ഒരു വലിയ കഥാസമാഹാരമാണ് കയർ എന്ന് പറയുന്നത്. വളരെ ബൃഹത്തായിട്ട് വരുന്ന ഒരു രചനയാണ് കയർ എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ വിവിധങ്ങളായിട്ടുള്ള ജീവിതങ്ങൾ പരസ്പരം ഇഴ പിരിച്ചുകൊണ്ട് ഒരു കയർ ഉണ്ടാക്കുന്നത് പോലെയാണ് ഈ കൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളുടെയും ജീവിതത്തിനെ പരസ്പരം ഇഴ പിരിച്ച് ചേർത്തുകൊണ്ട് ഒരു വലിയ കയർ രൂപീകരിക്കുകയാണ് തകഴി ചെയ്യുന്നത്.
ഓക്കെ, മെറ്റഫറിക്കലി പറഞ്ഞതാണ്. ആദ്യത്തെ കയർ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ കയർ തന്നെയാണ്. രണ്ടാമത്തെ കയർ തകഴിയുടെ രചനയാണ്. ഓക്കെ, അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു രചനയാണ് കയർ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു രചനയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ചെമ്മീൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയണമെന്നില്ല, രണ്ട് രൂപത്തിലും ഹിറ്റായ ഒരു കാര്യമാണ്. അതായത് ഒരു കൃതി എന്നുള്ള രൂപത്തിലേക്കും സിനിമ എന്നുള്ള രൂപത്തിലേക്കും മലയാളത്തിലെ ആദ്യത്തെ കളർഫുൾ സിനിമയൊക്കെ ആയിട്ട് വരുന്നതാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. സ്വർണ്ണ ചകോരം നേടിയിട്ടുള്ള, രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാള സിനിമയാണ്. ദെൻ ലെജൻഡറി ആക്ടേഴ്സ് ആയിട്ടുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീല, ഓക്കെ, ഇനി അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യൻ മാഷ്, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മധു സാർ, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ലെജൻഡറി ആക്ടേഴ്സ് എല്ലാം വരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ചെമ്മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇഫ് ഐ എം കറക്റ്റ്, ഈ ചെമ്മീൻ എന്ന് പറയുന്നത് രാമു കാര്യാട്ടാണ് എന്ത് ചെയ്യുന്നത്, സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ടർ രാമു കാര്യാട്ടിന്റെ സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. രണ്ട് സിനിമയും മലയാളത്തിനെ ആഗോള തലത്തിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട്, അതായത് ചെമ്മീൻ എന്ന് പറയുന്ന രചന ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റഷ്യയിലൊക്കെ ഭയങ്കര ഹിറ്റായ ഒരു രചനയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 27 ഭാഷകളിലേക്ക് എങ്ങാണ്ട് ഈ പറയുന്ന ചെമ്മീൻ തർജ്ജമ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി സാധാരണ തകഴിയുടെ കൃതികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരുന്നില്ല, അദ്ദേഹത്തിന്റെ മറ്റു രചനകളോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു രചനയല്ല. അദ്ദേഹത്തിന്റെ മറ്റു രചനകളൊക്കെ റിയലിസം, യഥാർത്ഥം അല്ലെങ്കിൽ യഥാർത്ഥവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്നാൽ ചെമ്മീൻ എന്ന് പറയുന്നത് ഒരു കാൽപ്പനിക പ്രണയ കഥയാണ്. അതൊരിക്കലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥയല്ല, കാൽപ്പനികമായിട്ടുള്ള പ്രണയ കഥയാണ്. അതായത് പ്രകൃതിയും മനുഷ്യരും പരസ്പരം ഇടചേർന്ന് വരുന്ന ഒരു പ്രണയമാണ് ചെമ്മീനിലെ പ്രണയം എന്ന് പറയുന്നത്. കറുത്തമ്മയും അതുപോലെ തന്നെ പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന സമൂഹവും പ്രകൃതിയും ഒക്കെ എങ്ങനെയാണ് പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമായിട്ട് വരുന്നത്, അതുപോലെ തന്നെ ആ കഥയിൽ പറയുന്ന മിത്ത്, ആ മിത്തിനെ എങ്ങനെയാണ് അവസാനം അത് തിരുത്തി എഴുതി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരുപക്ഷെ ആ മിത്ത് സത്യമാക്കുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ആ മിത്ത് കളവാക്കുന്ന രൂപത്തിൽ ഇവർ രണ്ടുപേരും അവസാനം കടൽ തീരത്ത് രണ്ട് ശവശരീരങ്ങളായിട്ട് വന്ന് അടിയുന്നുണ്ട്. ഒരു സ്രാവം വന്ന് അടിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പളനി സമൂഹത്തിലേക്ക് ഈ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിലേക്കാണ് ഈ ഒരു കഥ വരുന്നത്. അപ്പം ഈ പറയുന്ന സമൂഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു മിത്ത്, അതിന് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന കറുത്തമ്മ ഒരു ഘട്ടത്തിൽ അത് ലംഘിച്ചുകൊണ്ട് പരീക്കുട്ടിയുടെ കൂടെ പോകുന്ന കറുത്തമ്മ അതിന്റെ പ്രത്യാഘാതം അവർ അനുഭവിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് പറയുന്നു. അതല്ല, ഈ പറയുന്ന സമൂഹത്തിന്റെ മതിൽക്കെട്ടുകളെ ലംഘിച്ചുകൊണ്ട് മരണത്തിലൂടെ അവർ രണ്ടുപേരും ഒന്നായി എന്നുള്ള രൂപത്തിലും ഈ പറയുന്ന കൃതിയുടെ ക്ലൈമാക്സിനെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്, വിശദീകരിക്കാറുണ്ട്. ഇത്തരത്തില് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ് തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ചെമ്മീൻ വരുന്നുണ്ട്, കയർ വരുന്നുണ്ട്, then അതുപോലെ തന്നെ രണ്ടിടങ്ങഴി വരുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് രണ്ടിടങ്ങഴി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അവിടെ 3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. കോരൻ വരുന്നുണ്ട്, ചിരുത വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാത്തൻ വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കോരനും ചിരുതയും അവരുടെ പ്രണയം വരുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന കോരൻ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ ജന്മിയുടെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്, അടിമയായിട്ട് ഇരുന്ന് കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ അടിമയായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്, കുടികിടപ്പുകാരനായിട്ട് കിടക്കുന്നുണ്ട്. ആ ജന്മിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പണിയെടുക്കുന്നുണ്ട്. എന്നാൽ ആ ജന്മിയുടെ മകൻ ഈ പറയുന്ന ചിരുതയിൽ ആകൃഷ്ടനാവുകയും അങ്ങനെ ചിരുതയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കോരനുമായിട്ട് അടിയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആ മകൻ മരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കോരൻ പിന്നീട് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ജയിലിൽ പോയിട്ടുള്ള കോരൻ, അല്ലെങ്കിൽ ജയിലിലേക്ക് കോരൻ പോകുന്ന സമയത്ത് ചിരുത ഗർഭിണിയാണ്, അല്ലെങ്കിൽ കറുമ്പി എന്നാണ് പറയുന്നത്. അപ്പൊ കറുമ്പി ഗർഭിണിയാണ്. അപ്പൊ ഗർഭിണിയാകുന്ന സമയത്ത് ഈ പറയുന്ന കറുമ്പിയെ ചാത്തനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ചാത്തനും ഈ പറഞ്ഞ പോലെ തന്നെ ചിരുതയോട് അല്ലെങ്കിൽ കറുമ്പിയോട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ തന്റെ കൂട്ടുകാരന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ സഹോദര തുല്യനായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഭാര്യയെ നോക്കുന്നത്. അങ്ങനെ കോരൻ ജയിലിൽ പോകുന്നുണ്ട്. ജയിലിൽ പോയിട്ട് ജയിൽവാസം എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് തന്റെ മകനെ വളരെ സന്തോഷത്തോടു കൂടി വളർത്തുന്ന കറുമ്പിയും അതുപോലെ തന്നെ ചാത്തനെയുമാണ് അദ്ദേഹം കാണുന്നത്. പിന്നെ ആ സമയം നോക്കുന്ന സമയത്ത് കോരൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശാരീരികമായിട്ട് അദ്ദേഹം കുറെയൊക്കെ തളർന്നിട്ടുണ്ടെങ്കിലും ഒരു മാനസികമായിട്ട് ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജന്മിത്ത വ്യവസ്ഥിതിക്കൊക്കെ പിന്നീട് പോരാടാൻ പോകുന്ന കോരനെ കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന രണ്ടിടങ്ങഴി എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ആ ഒരു കഥ എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കർഷകര്, അതുപോലെ തന്നെ മുക്കുവന്മാര്, ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട അടിയാള വിഭാഗക്കാർ വരുന്നുണ്ട്, സാധാരണ ജനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കുട്ടനാടിന്റെ പരിസരവും കഥാപരിസരവും, അല്ലെങ്കിൽ കുട്ടനാടും അതിന്റെ ചുറ്റുപാടുമായിട്ട് വരുന്ന ജനങ്ങളുടെ കർഷക ജീവിതങ്ങൾ, മുക്കുവ ജീവിതങ്ങൾ, ഇതാണ് തകഴിയുടെ കഥാപരിസരങ്ങളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കഥയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തകഴിയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇനി നമുക്ക് കേശവദൈവം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഉറവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഓടയിൽ നിന്ന് അതുപോലെ തന്നെ അയൽക്കാർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സിൽ കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രൂപത്തിലേക്ക് മലയാള സാഹിത്യം ഡിസ്കസ് ചെയ്ത് തീർക്കാം. ഓക്കെ, യെസ്, ഓക്കെ, സോ താങ്ക് യു എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു PSC പഠിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതലും മലയാള സാഹിത്യം നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് അപ്രോച്ച് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ
നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു റിലാക്സ്ഡ് ആയിട്ട് ഒരു കഥ പോലെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്ന രൂപത്തിലാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഒരിക്കലും ഈ പറയുന്ന പോലെ ട്രഡീഷണൽ ആയിട്ട് വരുന്നത് ഇന്ന ആളുടെ തൂലികാനാമം ഇതാണ്, ഇയാൾ എഴുതിയ കൃതി ഇതാണ്, ഇതിലെ ക്യാരക്ടേഴ്സ് ഇതാണ്, അങ്ങനെയല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് കഥ അനുസരിച്ചുകൊണ്ട് പഠിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, യെസ്. ഓക്കെ, സോ താങ്ക് യു എവരിവൺ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.